രാജ്യം കേന്ദ്രീകൃത ശക്തമായ നേതൃമോഡലിലൂടെയോ അല്ലെങ്കിൽ ഫെഡറൽ ജനക്ഷേമ കേന്ദ്രീകൃത രാഷ്ട്രീയത്തിലൂടെയോ മുന്നേറണം. ഇന്ത്യയുടെ ഇന്നത്തെ രാഷ്ട്രീയ ചർച്ചകൾ ഈ ചോദ്യത്തെ ചുറ്റിപ്പറ്റിയാണ്. ഈ ചോദ്യം വ്യക്തമായി രൂപപ്പെടുന്നത് മമതാ ബാനർജിയും നരേന്ദ്രമോദിയും പ്രതിനിധീകരിക്കുന്ന രണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ ദർശനങ്ങളിലൂടെയാണ്. സ്ട്രോങ് ലീഡർ ആരാണ്? രാജ്യത്തിന് ഏത് രാഷ്ട്രീയ ചിന്താധാരയാണ് ആവശ്യം? മുതിർന്ന കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യരുടെ വാക്കുകൾക്ക് പ്രസക്തിയുണ്ട്. നോക്കാം വിശദമായി. ഞാൻ ഗ്രീഷ്മ. ശക്തമായ കേന്ദ്രീകൃത അധികാര സംവിധാനത്തിലാണ് മോദിയുടെ ഭരണശൈലി. തീരുമാനങ്ങൾ വേഗത്തിൽ, മുകളിൽ നിന്ന് താഴേക്കെന്ന രീതിയിൽ. ദേശീയ സുരക്ഷ, വിദേശ നയം, വലിയ അടിസ്ഥാന സൗകര്യ പദ്ധതികൾ എല്ലാം ഒരു സ്ട്രോങ് ലീഡർ ഇമേജിൽ നിലനിൽക്കുന്നു. അതേസമയം മമതാ ബാനർജി പ്രതിനിധീകരിക്കുന്നത് ഫെഡറൽ ശാക്തീകരണത്തിന്റെ രാഷ്ട്രീയമാണ്. സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യവും കേന്ദ്രത്തിന്റെ ഇടപെടൽ കുറയണം എന്ന നിലപാടുമാണ് അവരുടേത്. ഡൽഹിയിൽ നിന്ന് ഇന്ത്യയെ നിയന്ത്രിക്കരുത് എന്ന സന്ദേശം മമതയുടെ രാഷ്ട്രീയത്തിന്റെ അടിത്തറയാണ്. മോദി മോഡൽ ദേശീയതയും സാംസ്കാരിക ഐക്യവും ശക്തമായി മുന്നോട്ട് വെക്കുന്നു. ഹിന്ദുത്വ രാഷ്ട്രീയമാണ് ഇതിന്റെ ആശയ പശ്ചാത്തലം. ഇത് വലിയൊരു വിഭാഗത്തെ ആകർഷിച്ചെങ്കിലും ന്യൂനപക്ഷങ്ങളിൽ ആശങ്കയും അകൽച്ചയും സൃഷ്ടിച്ചു. മമതാ ബാനർജിയുടെ മോഡൽ മതനിരപേക്ഷതയും ന്യൂനപക്ഷ സംരക്ഷണവും തുറന്നുവെച്ച് സംസാരിക്കുന്നു. എല്ലാ മതങ്ങളും ഒരുപോലെ സംരക്ഷിക്കപ്പെടണം എന്നതാണ് അവരുടേത്. എന്നാൽ ഇതിനെതിരെ അതിർത്തിയില്ലാത്ത ന്യൂനപക്ഷ പ്രതികരണം എന്ന വിമർശനവും ഉയരുന്നു. മോദി സർക്കാരിന്റെ സാമ്പത്തിക ദർശനം നിക്ഷേപ സൗഹൃദവും കോർപ്പറേറ്റ് അധിഷ്ഠിത വളർച്ചയുമാണ്. മേക്ക് ഇൻ ഇന്ത്യ, ഇൻഫ്രാസ്ട്രക്ചർ ബൂം, സ്വകാര്യവൽക്കരണം എന്നിവ ഈ മോഡലിന്റെ ഭാഗമാണ്. മമതയുടെ സാമ്പത്തിക സമീപനം ജനക്ഷേമ കേന്ദ്രീകൃതമാണ്. സൗജന്യ ഭക്ഷണം, വിദ്യാഭ്യാസ, ആരോഗ്യ സഹായങ്ങൾ, സ്ത്രീ കേന്ദ്രീകൃത പദ്ധതികൾ ഇവയ്ക്ക് മുൻതൂക്കം നൽകുന്നു. ഇത് സാമൂഹിക സുരക്ഷ വർദ്ധിപ്പിക്കുമെങ്കിലും ദീർഘകാല സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയരുന്നു. മോദി കാലഘട്ടത്തിൽ പ്രതിപക്ഷം ദുർബലമാകുന്നു എന്ന വിമർശനം ശക്തമാണ്. ശക്തമായ ഭൂരിപക്ഷം ജനാധിപത്യ സമതുലിതാവസ്ഥയെ ബാധിക്കുന്നു എന്ന ആരോപണവുമുണ്ട്. മമതയുടെ മോഡൽ ബഹുസ്വര രാഷ്ട്രീയത്തിനും ശക്തമായ പ്രതിപക്ഷ ഐക്യത്തിനും സാധ്യത തുറക്കുന്നു. പ്രാദേശിക പാർട്ടികൾക്ക് ദേശീയ തലത്തിൽ കൂടുതൽ പ്രാധാന്യം കിട്ടുന്ന സാഹചര്യം ഇതിലൂടെ ഉണ്ടാകാം. മമതാ ബാനർജി ഒരു ഗ്രൗണ്ട് ലീഡറാണ്. ഒറ്റയ്ക്ക് പോരാടിയും അധികാരത്തിലെത്തിയും നിലനിന്ന നേതാവ്. BJPയെ തുടർച്ചയായി എതിർത്ത നേതാവ് എന്ന ഇമേജും നിലനിൽക്കുന്നു. ശക്തമായ വ്യക്തിത്വം, ജനകീയ ഭാഷ, സ്ത്രീ നേതാവ് എന്ന നിലയിൽ ദേശീയ തലത്തിൽ ഒരു വ്യത്യസ്ത മുഖം. 2026 ശേഷം BJPക്കെതിരായ ശക്തമായ പ്രതിപക്ഷ ഐക്യം രൂപപ്പെടുന്നുണ്ടെങ്കിൽ അതിന് മുന്നിൽ നിൽക്കാൻ മമതയ്ക്ക് രാഷ്ട്രീയ മൂലധനമുണ്ട്. ദേശീയ നേതാവാകുക എന്നത് ഒരു സംസ്ഥാനത്തെ ഭരിക്കുന്നതിനേക്കാൾ ഏറെ വ്യത്യസ്തമാണ്. മമതയുടെ രാഷ്ട്രീയ അടിത്തറ പ്രധാനമായും പശ്ചിമ ബംഗാളിലാണ്. ഹിന്ദി ബെൽറ്റ് സംസ്ഥാനങ്ങളിൽ അവർക്കുള്ള സ്വാധീനം ഇപ്പോഴും പരിമിതമാണ്. ഇന്ത്യൻ പ്രതിപക്ഷത്തിന്റെ കേന്ദ്ര ബിന്ദുവായി ഇപ്പോഴും കോൺഗ്രസ് നിലനിൽക്കുന്നു. ഗാന്ധി കുടുംബത്തെ മറികടന്ന് മമതയെ ദേശീയ മുഖമാക്കാൻ കോൺഗ്രസ് തയ്യാറാകുമോ? രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളുമായി നേതൃസമവാക്യം എങ്ങനെ രൂപപ്പെടും? നരേന്ദ്രമോദി യുഗത്തിന് ശേഷം BJP നേതൃമാറ്റത്തിലേക്ക് നീങ്ങിയാൽ, കോൺഗ്രസ് ശക്തമായ ദേശീയ മുഖമുയർത്താൻ പരാജയപ്പെട്ടാൽ, പ്രാദേശിക പാർട്ടികൾക്ക് കൂടുതൽ ഭാരമേറിയ പങ്ക് ലഭിച്ചാൽ, അങ്ങനെ ഒരു ശൂന്യതയിൽ മമതാ ബാനർജി ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. പ്രതിപക്ഷത്തിന്റെ ദേശീയ മുഖം, കിങ് മേക്കർ എന്ന റോളിലാണ് കൂടുതൽ സാധ്യത. അതേസമയം മുതിർന്ന കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യരുടെ വാക്കുകൾ വീണ്ടും പ്രസക്തമാവുകയാണ്. ഇന്ത്യ സഖ്യത്തിന്റെ നേതൃസ്ഥാനത്ത് നിന്ന് രാഹുൽ ഗാന്ധി മാറി നിൽക്കണമെന്നും സഖ്യത്തിന്റെ മുഖമായി മമതാ ബാനർജി വരണമെന്നുമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചേക്കാവുന്ന ഈ പരാമർശങ്ങൾ അദ്ദേഹം നടത്തിയത്. ഇന്ത്യ സഖ്യത്തിന്റെ നിലനിൽപ്പിന് മമതാ ബാനർജി അനിവാര്യമാണെന്നും അവരില്ലാത്ത സഖ്യത്തിന് പ്രസക്തിയില്ലെന്നും മണിശങ്കർ അയ്യർ വ്യക്തമാക്കുന്നു. മമതാ ബാനർജി, MK സ്റ്റാലിൻ തുടങ്ങിയ കരുത്തരായ പ്രാദേശിക നേതാക്കൾ സഖ്യത്തെ നയിക്കുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയ ഗുണം ചെയ്യും. പ്രാദേശിക പാർട്ടികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന രീതിയിലേക്ക് സഖ്യത്തിന്റെ തന്ത്രങ്ങൾ മാറണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ഇന്ത്യൻ രാഷ്ട്രീയം പലപ്പോഴും അപ്രതീക്ഷിതമാണ്. ശക്തമായ ഒരു ദേശീയ പ്രക്ഷോഭമോ വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയോ ഉണ്ടാകുന്നുവെങ്കിൽ മമതാ ബാനർജി ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിക്കും.